السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على محمد رسول الله خاتم النبيين وعلى آله وصحبه أجمعين. أما بعد. രീതിയിലുള്ള ഞാൻ ഏറെ ആദരിക്കുന്ന പണ്ഡിതകാരനവർ കരുവള്ളി മുഹമ്മദ് മൗലവി, എന്റെ ചിരകാല സുഹൃത്ത് കുഞ്ഞു മുഹമ്മദ് മദനി കപ്പൂര്, അബ്ദുൽ ജബ്ബാർ മൗലവി, ഇവിടെയുള്ള ബഹുമാന്യരായ അതിഥികൾ, ഇവരൊക്കെ ഞാൻ ആദരിക്കുകയും അവരുടെയൊക്കെ സാന്നിധ്യത്തെ വിലമതിക്കുകയും ഇവിടെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇസ്ലാമി പ്രസ്ഥാന രംഗത്ത് കുറെ കാലം എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. ഇപ്പോഴും രംഗം വിട്ടിട്ടില്ല. പക്ഷേ ഇസ്ലാമി പ്രസ്ഥാന രംഗത്തുള്ള ആരെയും ആക്ഷേപിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇവിടെ 3 സംഘടനകളിൽ ഒരുപാട് നേതാക്കന്മാരും ഒരുപാട് പ്രവർത്തകന്മാരും, അവരെയൊക്കെയും ഞാൻ സഹോദരന്മാരായിട്ടാണ് കാണുന്നത്. ആരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, ഒരു സംഘടനയും ഞാൻ പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല. തൗഹീദ് എന്ന ആശയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, അള്ളാഹുവിനെ വിളിക്കുന്നവന്റെ വാക്കിനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ അതുണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞ അള്ളാഹുവിലേക്ക് വിളിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്ന ദൗത്യം നിർവഹിക്കുന്നവരാണ് ഇവിടെയുള്ള എല്ലാ ഇസ്ലാഹി നേതാക്കന്മാരും പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും എന്ന് ഞാൻ കരുതുന്നു. ഇതിനർത്ഥം എല്ലാവരുടെയും എല്ലാ വീക്ഷണങ്ങളോടും 100% യോജിക്കുന്നു എന്നല്ല. അത് മിക്കവാറും അസാധ്യമായ കാര്യമാണ്. പരസ്പരം നമ്മയെല്ലാം വളരെ വ്യത്യസ്തമായ ഘടനയോടുകൂടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ സാഹചര്യങ്ങളും ഒക്കെ വളരെ വളരെ വൈവിധ്യമുള്ളതാണ്. ഈ വൈവിധ്യം തന്നെയും അല്ലാഹു ഉദ്ദേശിച്ചതാണ്. ഈ ലോകത്ത് നിലനിൽക്കുന്ന വൈവിധ്യം മനസ്സുകളെയും ശരീരങ്ങളുടെയും ചിന്തകളുടെയും അഭിരുചികളുടെയും താല്പര്യങ്ങളുടെയും എല്ലാം വൈവിധ്യം. ഈ വൈവിധ്യം പടച്ചതമ്പുരാന്റെ മഹത്താഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ആ വൈവിധ്യത്തിന്റെ പ്രകടനത്തോട് എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ടം പ്രകടിപ്പിക്കുന്നതിന് പകരം ആ വൈവിധ്യവുമായി യോജിച്ചു പോകുവാൻ, അതിനെന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളും ഉണ്ടാകും. വീക്ഷണങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാകാം, സമീപനങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാകാം. ഒരുപക്ഷെ ഒരു ആയത്തിന്റെയോ ഒരു ഹദീസിന്റെയോ ആശയം മനസ്സിലാക്കുന്നിടത്തും വിശദീകരിക്കുന്നിടത്തും വ്യത്യാസമുണ്ടാകാം. അതൊക്കെ ഉണ്ടെങ്കിലും ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കും ആ ഗ്രൂപ്പിൽ ദഅവത്ത് നടത്തുകയും ചെയ്യുന്ന എല്ലാ ആളുകളെയും ഞാൻ സഹോദരന്മാരായി ജീവിക്കുന്നു. ആ നിലപാടിൽ വ്യത്യാസമില്ല. അത് നിങ്ങൾക്കും സ്വീകാര്യമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ആമുഖമായി പറയാം. ഇവിടെ എന്റെ മുമ്പിലുള്ള വിഷയം ഇത് മാനവിക പ്രതിസന്ധിക്ക് ഖുർആനിക പരിഹാരം എന്നുള്ളതാണ്. മാനവിക പ്രതിസന്ധി എന്ന ഒരു വിശേഷത തന്നെ ആവശ്യമുണ്ടോ എന്ന് സംശയമാണ്. കാരണം ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് മനുഷ്യന്മാർ മാത്രം ഉണ്ടാക്കിയും അനുഭവിക്കുന്നതുമാണ്. ഈ ഭൂമിയിലുള്ള ദശലക്ഷക്കണക്കിന് ജന്തുക്കളാരും ഈ ഭൂമിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടില്ല. ലക്ഷക്കണക്കിന് ജന്തുക്കൾ പല പരിസ്ഥിതികളിൽ നമ്മുടെ വനങ്ങളിലും അതുപോലെ നദീതടങ്ങളിലും സമുദ്രങ്ങളിലും ഒക്കെ ജീവിക്കുന്നുണ്ട്. അവിടെ എവിടെയും ഒരു പ്രതിസന്ധിയുമില്ല. പ്രതിസന്ധി എന്ന് പറയുന്നത് മനുഷ്യന്മാർ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ്. രാഷ്ട്രങ്ങളില്, സമൂഹങ്ങളില്, അതുപോലെ കുടുംബങ്ങളില്, അങ്ങനെ മനുഷ്യന്റെ വ്യവഹാരത്തിന്റെ വൈവിധ്യമാർന്ന രംഗങ്ങളൊക്കെയാണോ അവിടെയൊക്കെയാണ് ഈ പ്രതിസന്ധി എന്ന് പറയുന്ന കാര്യം നിലനിൽക്കുന്നത്. ഈ പ്രതിസന്ധിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ആ കാരണം മനുഷ്യൻ സ്വയം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നതും മനുഷ്യൻ തനിക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നതും തന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേയറ്റത്തെ കാരുണ്യവും സ്നേഹവുമുള്ള
രക്ഷിതാവിനെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നതുമാണ്. സ്വന്തത്തെ യഥോചിതം വിലയിരുത്തുന്നതിന്, തനിക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തെ യഥോചിതം വിലയിരുത്തുന്നതിന്, തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചനാഥനെ യഥോചിതം വിലയിരുത്തുന്നതിൽ മനുഷ്യൻ പരാജയപ്പെടുന്നു എന്നിടത്തു നിന്നാണ് യഥാർത്ഥത്തിൽ പ്രതിസന്ധികളെല്ലാം ഉത്ഭവിക്കുന്നത്. എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ആത്യന്തികമായ പരിഹാരം ഈ കണ്ടെത്തലാണ്. മനുഷ്യൻ മനുഷ്യനെ കണ്ടെത്തണം, മനുഷ്യൻ പ്രപഞ്ചത്തെ കണ്ടെത്തണം, മനുഷ്യൻ സൃഷ്ടാവിനെ കണ്ടെത്തണം. അറഫറബഹു ഫഖദ് അറഫ നഫ്സഹു എന്നും മനറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു എന്നുമൊക്കെ പല പണ്ഡിതന്മാരും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ തന്നെ മനസ്സിലാക്കിയാൽ തന്റെ അസ്തിത്വത്തിലെ വിവിധ മാനങ്ങൾ, മനുഷ്യ ജീവിതത്തിലെ കോടാനുകോടി കോശങ്ങൾ, അതിസൂക്ഷ്മമായ അവയവങ്ങൾ, മനുഷ്യ മനസ്സിന്റെ അത്ഭുതാവഹമായ അവസ്ഥാവിശേഷങ്ങൾ, ഇതൊക്കെ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ റബ്ബിനെ കണ്ടെത്താൻ പ്രയാസവുമില്ല. വിശുദ്ധ ഖുർആനിൽ മനുഷ്യന് അല്ലാഹു ചെയ്തു കൊടുത്ത അപാരമായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഞാൻ അത് വിശദീകരിക്കാൻ ഏറെ സമയം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യപുത്രന്മാരെ നാം ആദരിച്ചിരിക്കുന്നവർ, പടച്ചതമ്പുരാൻ സൃഷ്ടികളായ മനുഷ്യരെ ആദരിച്ചിരുന്നത്. അപ്പോൾ കർറംനാ ബനി ആദമ, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. പിന്നെ പറയുന്നത് കരയിലും കടലിലും അവർക്ക് വാഹനം ഒരുക്കിയിരിക്കുന്നു എന്നാണ്. റഹമനാഹും ഫിൽ ബർരി വൽ ബഹർ. അതുപോലെ മനുഷ്യർക്ക് സൗന്ദര്യത്തിനു വേണ്ടിയും തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുമൊക്കെയുള്ള വസ്ത്രങ്ങൾ അല്ലാഹു നൽകിയതിനെ സംബന്ധിച്ച് പറയുന്നത്. മനുഷ്യനല്ലാത്തവർ ജന്തുവും വസ്ത്രം ധരിച്ചിട്ടില്ല, വസ്ത്രം നിർമ്മിച്ചിട്ടില്ല. മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ്. മനുഷ്യന് മാത്രം പടച്ചതമ്പുരാൻ അക്ഷരവിദ്യ നൽകിയത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ആദ്യമായി അവതരിച്ച സൂറത്തുൽ അലഖിൽ യുക്റൽ റബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. അല്ലെങ്കിൽ അല്ലമ ബിൽ ഖലം, അവൻ പേന ഉപയോഗിച്ച് അറിവ് രേഖപ്പെടുത്താൻ പഠിപ്പിച്ചു. അല്ലമൽ ഇൻസാന മാ ലം യഅലം. പേന മുഖേന പഠിപ്പിച്ചു, മനുഷ്യനെ അറിയാൻ കഴിയാത്ത അറിവുകൾ നൽകി. മനുഷ്യനല്ലാത്ത ജന്തുവും ഈ കാലം വരെ എഴുതിയിട്ടില്ല. എഴുതുക എന്ന പണി മനുഷ്യൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ, അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യന് ബയാൻ പഠിപ്പിച്ചു. മനസ്സിലുള്ള ആശയം സർവതന്ത്ര സ്വതന്ത്രമായി വിശദീകരിക്കാനുള്ള കഴിവിനാണ് ബയാൻ എന്ന് പറയുന്നത്. വാഗ്വൈഭവമെന്നോ വാഗ്മിത്വമെന്നോ പ്രസംഗിക്കാനുള്ള കഴിവ് എന്ത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് മനുഷ്യന് നൽകി. ഈ ഭൂമുഖത്ത് മനുഷ്യനല്ലാത്തവർ ജന്തുവും ഇക്കാലം വരെ പ്രസംഗിച്ചിട്ടില്ല. ഇതൊക്കെ മനുഷ്യന്റെ ഏറ്റവും വലിയ മൗലികതയാണ്. ഈ മൗലികതയൊക്കെ ഇവിടുത്തെ ഭൗതികവാദത്തിന്റെ കാഴ്ചപ്പാടിൽ അമീബ മുതൽ കോടാനുകോടി കൊല്ലങ്ങളിലായി പരിണാമത്തിന്റെ പടങ്ങളിലൂടെ ഉരുണ്ടുപിരണ്ട് മുന്നോട്ട് വന്ന ജന്തുജാലങ്ങളിൽ താരതമ്യേന ഉയർന്ന ഘടനയുള്ള കുരങ്ങുവർഗത്തിലെ ആൾക്കുരങ്ങുകൾക്ക്, അല്ലെങ്കിൽ ആൾക്കുരങ്ങ് തന്നെ കുറച്ചും കൂടി മെച്ചപ്പെട്ട കുരങ്ങുകൾക്ക് അവരുടെ വാല് കുറയുകയും നട്ടല് നിറയുകയും അവരുടെ താടിയലിന്റെ ആകൃതി മാറുകയും ഒക്കെ ചെയ്തപ്പോൾ കുരങ്ങിന് ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട പല കാരണങ്ങളാൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ ആ കുരങ്ങൻ ഇന്ന് കാണുന്ന മനുഷ്യനായി, അല്ലെങ്കിൽ ആദിമ മനുഷ്യനായി ഹോമോസാപ്പിയൻ എന്ന ജന്തുവായിട്ട് മാറി എന്നാണ് ഭൗതികവാദം പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഇവിടെ എന്തുകൊണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മുടെ വിദ്യാർത്ഥികളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന പല ആളുകളുമുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മനുഷ്യൻ എന്തുകൊണ്ട് എഴുതുന്നവനായി, മനുഷ്യൻ എന്തുകൊണ്ട് പ്രസംഗിക്കുന്നവനായി എന്നതിനൊക്കെ അതിസൂക്ഷ്മമായ ഉത്തരങ്ങൾ ആധുനിക ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഹ്യൂമൻ ഫിസിയോളജി, മനുഷ്യ ശരീരത്തിന്റെ അവയവങ്ങളുടെ കോശങ്ങളുടെ ധർമ്മങ്ങളെ സംബന്ധിച്ച് അതിസൂക്ഷ്മമായി പഠനം നടത്തുന്ന ശാസ്ത്രശാഖയാണ് ഹ്യൂമൻ ഫിസിയോളജി.
ആ ഹ്യൂമൻ ഫിസിയോളജി മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ ഘടനയെ സംബന്ധിച്ച് സൂക്ഷ്മമായി പഠനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ പഠനം നടത്തിയിട്ടുണ്ടെത്തിയ യാഥാർത്ഥ്യം എല്ലാ ജന്തുജാലങ്ങളുടെയും തലച്ചോറിൽ മോട്ടോർ കോർട്ടക്സ് എന്ന ഭാഗമുണ്ട്. തലച്ചോറിൽ ഒരു സെക്ഷന്റെ പേരാണ്. ജീവജാലങ്ങളുടെ മസ്തിഷ്കത്തിലെ ഒരു സെക്ഷന്റെ പേരാണ് മോട്ടോർ കോർട്ടക്സ് എന്നത്. എന്നാൽ ആ ഭാഗത്ത് മനുഷ്യന്റെ തലച്ചോറിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ മോട്ടോർ കോർട്ടക്സ് എന്ന് പറയുന്നത് ശരീരത്തിലെ അവയവങ്ങളുടെ ചലനത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തലച്ചോറിലെ ന്യൂറോണുകളുടെ സമുച്ചയത്തിനാണ് മോട്ടോർ കോർട്ടക്സ് എന്ന് പറയുന്നത്. ആ ഭാഗത്ത് മറ്റു ജന്തുജാലങ്ങളുടെ തലച്ചോറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മനുഷ്യന്റെ വിരൽ തുമ്പുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ആനുപാതികമായി വളരെ കൂടുതൽ ന്യൂറോണുകൾ നീക്കിവെച്ചിട്ടുള്ളത്. വിരൽ തുമ്പുകൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഭാഗമാണ്. വളരെ ചെറിയ ഭാഗമാണെങ്കിൽ ഈ വിരൽ തുമ്പുകൾ എന്ന് പറയുന്ന ഭാഗത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് മോട്ടോർ കോർട്ടക്സിൽ ആനുപാതികമായി കൂടുതൽ ന്യൂറോണുകൾ നീക്കിവെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ആനുപാതിക ഘടനയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ ന്യൂറോണുകൾ മാറ്റിവെച്ചിട്ടുള്ളത് മനുഷ്യന്റെ ചുണ്ടും നാവും അടങ്ങുന്ന ഭാഗത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ്. വിരൽത്തുമ്പുമായി ബന്ധപ്പെട്ടതാണ് അക്ഷരങ്ങളുടെ ലിപിയുടെ യുഗങ്ങളിലൂടെയുള്ള വൈജ്ഞാനികമായ അഭിവൃദ്ധിയുടെ വൈജ്ഞാനിക വികാസത്തിന്റെ പ്രക്രിയകളൊക്കെ നടന്നത്. ആയിരക്കണക്കിന് ഭാഷകളിലെ ലക്ഷക്കണക്കിന് ലിപികൾ അത് പല പല രൂപത്തിൽ കാലിഗ്രാഫി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതിസുന്ദരമായി ഓരോ ഭാഷയിലെയും അക്ഷരങ്ങൾ ആവിഷ്കരിക്കുന്നതാണ് കാലിഗ്രാഫി. ഈ കാലിഗ്രാഫി എന്ന് പറയുന്ന വിരൽത്തുമ്പുകളിൽ നിന്ന് വാർന്നു വീഴണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അത്ഭുതകരമായ സംവിധാനം അതിന്റെ പിന്നിലുണ്ടാകും. അപ്പൊ വിരൽത്തുമ്പുകളിലൂടെ അത്ഭുതകരമായ ലിപി രൂപങ്ങളെ, അത്ഭുതകരമായ ചിത്രങ്ങളെ, അത്ഭുതകരമായ തന്ത്രി വിന്യാസങ്ങള്, ഇങ്ങനെ പലതും വിരൽത്തുമ്പുകളിലൂടെ നടക്കേണ്ടതുണ്ട്. ഈ വിരൽത്തുമ്പുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി മനുഷ്യന്റെ മോട്ടോർ കോർട്ടക്സില് ആനുപാതികമായി വളരെയേറെ ന്യൂറോണുകൾ മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് ഹ്യൂമൻ ഫിസിയോളജി നമ്മോട് പറയുന്നത്. അതേമാതിരി തന്നെയാണ് സവിശേഷമായി മോട്ടോർ കോർട്ടക്സിൽ ആനുപാതികമായി കൂടുതൽ ന്യൂറോണുകൾ നീക്കിവെച്ചിട്ടുള്ളതാണ് മനുഷ്യന്റെ ചുണ്ടും നാവും അടങ്ങുന്ന ഭാഗം. ആയിരക്കണക്കിന് ഭാഷകളിലെ വൈവിധ്യമാർന്ന ശബ്ദങ്ങൾ പലതരത്തിൽ പല വ്യത്യാസങ്ങളോടെ, ആരോഹണ അവരോഹണങ്ങളോടെ, അതുപോലെ പലതരത്തിലുള്ള ശബ്ദവ്യത്യാസങ്ങളോടുകൂടെ അതൊക്കെ ആവിഷ്കരിക്കാനുള്ള കഴിവ് അത് ചുണ്ടും നാവും അടങ്ങിയ ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ പടത്തമ്പുരാൻ മനുഷ്യന്റെ മസ്തിഷ്കം തന്നെ സംവിധാനിച്ചിട്ടുള്ളത് മനുഷ്യൻ എഴുത്തുകാരനും പ്രാഥമികനുമാകാൻ വേണ്ടിയാണ്. അത് എവിടെയെങ്കിലും വാല് കുറിഞ്ഞപ്പോൾ ഉണ്ടായതല്ല, നട്ടിൽ നിവർന്നപ്പോൾ ഉണ്ടായതല്ല എന്ന് ആധുനിക ശാസ്ത്രം നമ്മോട് പറയുന്നു. ഇത് തന്നെയാണ് വസ്ത്രത്തിന്റെയും വാഹനത്തിന്റെയും ഒക്കെ കാര്യം. മനുഷ്യനെല്ലാ ജന്തുവും വസ്ത്രം ഉപയോഗിച്ചിട്ടില്ല, വാഹനം ഉപയോഗിച്ചിട്ടില്ല. ഇതൊക്കെ മനുഷ്യനെ പടച്ചവൻ ആദരിച്ചതിന്റെ ഈ ഭൂമിയിലെ ഖലീഫയാകാൻ, ഈ ഭൂമിയെ അമാനത്തേറ്റെടുക്കാൻ ഖുർആനിലെ രണ്ട് പ്രത്യേക പദങ്ങളാണ്. ഒന്ന് ഖലീഫ എന്ന പദം. ഈ ഭൂമിയിലെ ഒരു സ്ഥാനപതി, അത് വലിയ ദൗത്യമാണ്. ഈ ഭൂമിയിലെ ജന്തുജാലങ്ങളുടെ കൂട്ടത്തിൽ ഒരു ജന്തുവും ഏറ്റെടുക്കാത്ത ദൗത്യമാണ് ഈ ഭൂമിയിലെ സ്ഥാനപതി എന്ന ദൗത്യം. ആ ദൗത്യം ഏറ്റെടുക്കുന്ന ആരും അവിശ്വസ്തത കാണിക്കാൻ സാധ്യതയുണ്ട് എന്ന് മലക്കുകൾ തന്നെ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ഈ ഭൂമിയിൽ നാശമുണ്ടാക്കുകയും ജലം ചിന്തുകയും ചെയ്യുന്ന ആളുകളെയാണോ ഇവിടെ നിശ്ചയിക്കാൻ പോകുന്നത് എന്ന് മലക്കുകൾ പടച്ചവനോട് ചോദിച്ചു പറയും. പടച്ചവൻ നൽകുന്ന മറുപടി, നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. വഴക്കുണ്ടാക്കാനുള്ള സാധ്യത, രക്തം ചിന്താനുള്ള സാധ്യത, അതൊക്കെ മനുഷ്യന്റെ കൂടെയുള്ളതാണ്. എന്നാൽ ഈ ഭൂമിയെ അത്ഭുതകരമായ വികസനത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്നതിൽ മനുഷ്യന്റെ പഠനങ്ങൾ, ശാസ്ത്രം, സാങ്കേതിക വിദ്യ അതൊക്കെ വഹിച്ച പങ്കിന് തുല്യമായ ഒരു പങ്ക് ഈ ഭൂമിയിലെ മറ്റൊരു ജന്തുവും വഹിച്ചിട്ടില്ല എന്ന കാര്യം നമുക്കറിയാം. അതാണ് അമാനത്തുമായി ബന്ധപ്പെട്ട പ്രശ്നം. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്.
ഇന്നാ അറവനൽ അമാനത്താൽ സമാവാസി വൽ അറവൈ ഫഅബൈനാ അൻ യഹ്മിൽനഹാ വഅശ്ഫഖ്ന മിൻഹാ ഫഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന വലൂമൻ ജഹൂല. ഞാനത് വിശദീകരിക്കുന്നില്ല. അമാനത്ത് മനുഷ്യരോട്, ജീവജാലങ്ങളോട്, സസ്യജാലങ്ങളോട്, ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടിപ്രതിഭാസങ്ങളോട് വിശ്വസ്തയോടെ വർത്തിക്കുക എന്ന ബാധ്യത, ആ ബാധ്യത ഇവിടെയുള്ള ചരാചരങ്ങളുടെ മുമ്പിൽ അല്ലാഹു അവതരിപ്പിച്ചു. പക്ഷെ ഒന്നും ഏറ്റെടുക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. മനുഷ്യന് മാത്രമേ കഴിവുണ്ടായിരുന്നുള്ളൂ. മനുഷ്യനെ ഏറ്റെടുത്തു. പക്ഷേ അത് ഏറ്റെടുക്കുന്നതിൽ പൂർണ്ണ വിശ്വസ്തത പാലിക്കാൻ, പൂർണ്ണമായി ബാധ്യത നിർവഹിക്കാൻ മനുഷ്യർ തയ്യാറായിട്ടില്ല. ഇന്നഹുത്താൻ വലൂമൻ ജഹൂല. തീർച്ചയായും മനുഷ്യൻ ഏറ്റവും വലിയ അക്രമിയും ഏറ്റവും വലിയ അവിവേകിയുമാകുന്നു. ഏറ്റവും വലിയ അക്രമികളും ഏറ്റവും വലിയ അവിവേകികളുമായിട്ട് മനുഷ്യർ മാറിയിരിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, IS ലോകത്ത് നടന്ന ഒരു സംഭവം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒരു ജിഹാദി, IS ഒരു ജിഹാദി അല്ലെങ്കിൽ IS ഒരു മുജാഹിദ് എന്ന വാക്ക് പറയുന്ന എനിക്ക് വളരെ വൈമനസ്യമുണ്ട്. IS വേണ്ടി അവർ തെറ്റിദ്ധരിച്ചിട്ടുള്ള തീർത്തും അക്രമപരവും അധാർമികവുമായ ജിഹാദ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്റെ മാതാവിന്റെ കഴുത്തറുത്ത് കൊന്നു. എന്തുകൊണ്ട്? ഈ IS നാട്ടിൽ നമ്മൾ നിൽക്കേണ്ട, വേറെ ഒരിക്കലും പോവുക എന്ന് മാതാവ് മകനോട് പറഞ്ഞെന്നുള്ള ഒറ്റ കുറ്റമല്ലാതെ വേറൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഖുർആനിൽ പറയുന്നത് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ മാതാപിതാക്കന്മാരെ നിർബന്ധിച്ചാൽ ആ കാര്യം അനുസരിക്കാൻ പാടില്ല. എന്നാൽ മഅറൂഫ, ഈ ദുനിയാവിലെ ജീവിത കാര്യങ്ങളിലൊക്കെ ഏത് കാര്യത്തിലും ശിർക്ക് ചെയ്യാൻ നിർബന്ധിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ പോലും ആ ശിർക്ക് ചെയ്യാനുള്ള ആവശ്യം ആ ഡിമാൻഡ് തള്ളിക്കളയണം. പക്ഷേ സാഹിബുമാസി ദുനിയാ മഅറൂഫ, ഈ ലോകത്ത് ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് സഹവർത്തിക്കണം. അപ്പൊ മാതാപിതാക്കന്മാരുടെ ആദർശം എന്താണെങ്കിലും നിലപാടെന്താണെങ്കിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടാണെങ്കിൽ പോലും അംഗീകരിക്കാൻ പറ്റാത്തത് മാറ്റി നിർത്തുകയും മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് ഈ ലോകത്ത് അവരോട് ഏറ്റവും നല്ല സഹവാസം പുലർത്തുകയും ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു പഠിപ്പിച്ചു. ഇതാണല്ലോ ഇസ്ലാമിന്റെ പേരിൽ ജിഹാദ് നടത്തുന്ന ആളുകളുടെ മനസ്സിലുണ്ടായത്. അവർ നയിക്കുന്ന നേതാക്കന്മാരുടെ മനസ്സിൽ അബൂബക്കർ ബഗ്ദാദിയെ പോലെയുള്ള ആളുകളുടെ ജിഹാദിനെ പറ്റിയുള്ള വീക്ഷണം എങ്ങനെയാണല്ലോ ഉണ്ടാവേണ്ടത്. പക്ഷേ നമ്മൾ വേറെ ഏതെങ്കിലും നാട്ടിൽ പോകാൻ ഒരു മാതാവ് പറഞ്ഞപ്പോഴേക്ക് ആ മാതാവിന്റെ കഴുത്തറുത്ത് കൊല്ലാൻ തയ്യാറായിരുന്നത്. അപ്പൊ ജിഹാദിന്റെ അമാനത്ത്, ജിഹാദിലുള്ള വിശുദ്ധത, അത് എത്രമാത്രം ധാർഷ്ട്യത്തോടെ, എത്രമാത്രം മനുഷ്യന്റെ വിരുദ്ധമായി അത് ലംഘിച്ചു എന്നതാണ് IS നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നു. ഞാൻ എന്റെ വിഷയത്തിലേക്ക് മുന്നോട്ട് പോകും. ഈ അമാനത്ത് ഈ ഭൂമിയില് അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളോടും അള്ളാഹുവോടും നമുക്കുള്ള അമാനത്ത് അത് അന്യൂനമായി നിർവഹിക്കുക എന്നതാണ് പ്രതിസന്ധികൾ തരണം ചെയ്യുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ആ മാർഗത്തിൽ ഖുർആൻ ഊന്നി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിന്റെ ഏകത്വം കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ ഊന്നി പറയുന്ന കാര്യം മനുഷ്യരുടെ സമത്വമാണ്. എല്ലാ മനുഷ്യരെയും സഹോദരന്മാരായി കാണണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയം. അത് അമാനത്തിന്റെയും കൂടി ഭാഗമാണ്. ഒരു കാരണവശാലും ഞാൻ മറ്റവരെക്കാൾ ഉയർന്നവനാണ് എന്ന് കരുതാൻ പാടില്ല. അങ്ങനെ കരുതിയാൽ പരലോകത്ത് നമ്മുടെ സ്ഥാനം നരകത്തിലായി. അള്ളാഹു പറഞ്ഞതാണ്, ഭൂമിയിൽ മറ്റുള്ളവരെക്കാൾ ഉയർന്ന സ്ഥാനം ഉണ്ടാകണമെന്നോ ഭൂമിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പമുണ്ടാക്കണമെന്നോ ആഗ്രഹിക്കാത്ത ആളുകൾക്കാണ് തിരിച്ചാറുള്ള പരലോകമാകുന്ന ആ ഭവനം അല്ലെങ്കിൽ ആ ലോകം നാം നൽകുക. അപ്പൊ വല്ലവനാകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കടത്താൻ പരലോകം നൽകുകയില്ല എന്നാണ് ഈ ഹദീസിൽ നിന്നും ഈ ആരിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ടത് സമത്വത്തിന്റെ, മുസ്ലിങ്ങളെ ഇവിടെ നമ്മൾ അഭിമാനപൂർവ്വം പറയാറുണ്ട്, ഇസ്ലാമാണ് ഒരുപാട് ജാതികളുടെ
ജാതികൾക്ക് പുറത്ത് പുറമ്പോക്ക് മനുഷ്യരെ തള്ളുന്ന അവസ്ഥയുടെ അതിന്റെയൊക്കെ ലോകത്ത് ഈ ഇന്ത്യ രാജ്യത്ത് മനുഷ്യത്വം എന്താണെന്ന് കാണിച്ചു കൊടുത്തത് മുസ്ലിംകളാണെന്ന് അഭിമാനപൂർവ്വം പറയാറുണ്ട്. പക്ഷേ ബാർബർമാരെ നമുക്ക് തികച്ചും സമന്മാരായി കണക്കാക്കാൻ നമ്മളൊക്കെ മാനസികമായി തയ്യാറായിട്ടുണ്ടോ? നമുക്ക് വേണ്ടി നല്ല രുചിയുള്ള മരം പിടിച്ചു കൊണ്ടുവരുന്ന മത്സ്യത്തൊഴിലാളികളെ നമ്മളെപ്പോലെ തന്നെ സമത്വമുള്ള സർവസമമായ സ്ഥാനമുള്ളവരായി കണക്കാക്കാൻ നാം തയ്യാറുണ്ടോ? അതുപോലെ പല പല പേരുകളുള്ള ആളുകളുണ്ട്. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേരുകളുള്ള ആളുകളുണ്ട്. റാവുത്തർമാര്, അതുപോലെ ഡബ്ബമാര്, നഹാമാര്, കേയിമാര്, തങ്ങന്മാര്, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ. ആ ആളുകളൊക്കെ ഞങ്ങൾ ഈ നാട്ടിലെ മുസ്ലിം സഹോദരന്മാർക്ക് ബാർബർമാരും മത്സ്യത്തൊഴിലാളികളും അടക്കമുള്ള മുസ്ലിം സഹോദരന്മാർക്ക് ഞങ്ങൾക്ക് തുല്യമായ സ്ഥാനം കൽപ്പിച്ചു നൽകുന്നു എന്ന് മനസാ വാചാ കർമ്മണ അംഗീകരിക്കാൻ നാം തയ്യാറുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യം. പക്ഷെ ഇല്ല എന്ന് മറ്റൊരു പറയുമ്പോൾ ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല. മുസ്ലിം സമൂഹത്തിലും ഒരുപാട് ജാതികളുണ്ട് എന്ന് ഇടമലകനെ പോലെയുള്ള ആളുകൾ പറയുമ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഇസ്ലാമിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണത്. മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകാൻ കഴിയാത്തതാണ് ഈ ഉച്ചനീചത്വങ്ങൾ. അത് നിലനിർത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ മൗലികത ലോകത്തോട് ആത്മാർത്ഥതയോടെ തുറന്നു പറയാൻ നമുക്ക് അവകാശമില്ല എന്നുള്ള യാഥാർത്ഥ്യം. അതുപോലെ സ്വാതന്ത്ര്യത്തിന്റെ വിഷയം, സ്വാതന്ത്ര്യത്തിന്റെ കാര്യം നാം പ്രത്യേകം മനസ്സിലാക്കി. വിശുദ്ധ ഖുർആനിൽ ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിൽ പറഞ്ഞ കാര്യമാണ് ദീനിന്റെ കാര്യത്തിൽ നിർബന്ധം പ്രയോഗിക്കുക, ബലം പ്രയോഗിക്കുക എന്ന കാര്യമേ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അന്തരിവനാശായ മൂന്നിനെയും ജനങ്ങൾ വിശ്വാസികളാകാൻ വേണ്ടി നീ ജനങ്ങളുടെ മേൽ നിർബന്ധം ചെലുത്തുകയാണോ? നിർബന്ധം ചെലുത്തുകയാണെങ്കിൽ അത് പാടില്ലാത്ത കാര്യമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു. അപ്പൊ ഒരു വിധത്തിലുള്ള നിർബന്ധം ചെലുത്തലും ഒരു വിധത്തിലുള്ള അടിച്ചേൽപ്പിക്കലും അടിമത്വം അതൊന്നും ഇസ്ലാമിൽ പാടില്ല. അടിമത്വത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ നേരത്തെ വിശദീകരിക്കപ്പെട്ട് ഞാൻ എന്റെ സൂക്ഷ്മതലത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് മനുഷ്യന്മാരെ അടിമതാക്കാൻ അവകാശമുണ്ടായത്? അവർ ഉമ്മമാർ സ്വതന്ത്ര പൗരന്മാരായിട്ടാണല്ലോ അവർക്ക് ജന്മം നൽകിയത് എന്നാണ് ഇസ്ലാമിന്റെ ഖലീഫ ചോദിച്ചത്. അവരുടെ ഉമ്മമാര് സ്വാതന്ത്ര്യമുള്ള ഈ ഭൂമിയിൽ പറഞ്ഞു വരുന്ന ഓരോ മനുഷ്യക്കുഞ്ഞും അള്ളാഹുവിന്റെ സ്വാതന്ത്ര്യമുള്ള സൃഷ്ടിയാണ്. അങ്ങനെ അള്ളാഹു ജന്മം നൽകിയ മനുഷ്യനെ അടിമയാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ അവകാശം കിട്ടിയത് എന്ന് ചോദിക്കുന്നു. അപ്പൊ അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ വിശ്വസിക്കണം അവിശ്വസിക്കാനും ഒന്നിലേറെ ദൈവങ്ങൾ ആരാക്കാനും ദൈവത്തെ തന്നെ തള്ളിപ്പറയാനും അതിലൊക്കെയുള്ള സ്വാതന്ത്ര്യം ഖുർആൻ നമുക്ക് അനുഭവിച്ചു തരുന്നുണ്ട്. സ്വാതന്ത്ര്യം അനുഭവിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ മാർഗത്തിൽ കൂടിയൊക്കെ പോയാൽ സുഖത്തിലെത്തുമെന്നുള്ളതല്ല. ഈ ഭൂമിയിൽ അള്ളാഹുവെ ധിക്കരിക്കാനും അള്ളാഹു എവിടെ പറയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നവന് വിശ്വസിക്കാം, നിഷേധിക്കാൻ ഉദ്ദേശിക്കുന്നവന് നിഷേധിക്കാം. അപ്പൊ ഈ തരത്തിലുള്ള സ്വാതന്ത്ര്യം അതുപോലെ ഖുർആൻ അംഗീകരിക്കുന്ന ഒരുപാട് മനുഷ്യാവകാശങ്ങളുണ്ട്. മനുഷ്യാവകാശങ്ങൾ, കുട്ടികളുടെ അവകാശങ്ങൾ, മുതിർന്നവരുടെ അവകാശങ്ങൾ, സ്ത്രീകളുടെ അവകാശങ്ങൾ, അതുപോലെ ദരിദ്രരുടെ അവകാശങ്ങൾ, സാമ്പത്തികമായ സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നവരുടെ അവകാശങ്ങൾ, അങ്ങനെ ഒരുപാട് റൈറ്റ്സ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദായിലെ വിടവാങ്ങൽ പ്രസംഗം തന്നെയും മനുഷ്യാവകാശങ്ങളുടെ മഹാപ്രഖ്യാപനമായി. ഐക്യരാഷ്ട്രസഭ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതിന്റെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അർഫാ മൈതാനിയിൽ വെച്ച് പ്രസിദ്ധമായ ഖുത്ബത്തുൽ വിദായിലൂടെ അവകാശങ്ങളുടെ മഹാപ്രമാണം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ചു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതൊക്കെയും അമാനത്തുമായി ബന്ധപ്പെടാം. ആ അമാനത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ
നമ്മുടെ നിലപാടുകൾ ഖുർആനിന് വിരുദ്ധമായാൽ നമുക്ക് ആളുകളോട് മറ്റുള്ള ആളുകളോട് ഖുർആനിനെ സംബന്ധിച്ച് സംസാരിക്കാൻ കഴിയില്ല, അള്ളാഹുവിനെ സംബന്ധിച്ച് സംസാരിക്കാൻ കഴിയില്ല. പക്ഷേ റഹ്മത്തി പുല്ലത്തെ, എന്റെ കാരുണ്യം സകല വസ്തുക്കളെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിരിക്കുന്നു എന്ന് പറഞ്ഞ സമ്പൂർണമായ കാരുണ്യമുള്ള, സമ്പൂർണമായ സ്നേഹമുള്ള പടച്ചതമ്പുരാന്റെ ദാസന്മാർ എന്ന നിലയ്ക്ക് മനുഷ്യരോട് നമുക്ക് ആധികാരികമായി സംസാരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മാനുഷികമായ അവകാശങ്ങൾ, ഈ പറയുന്ന അമാനത്തിന്റെ വിശ്വസ്തതയുടെ താല്പര്യങ്ങൾ നാം പൂർണ്ണമായും നിറവേറ്റിയേ തീരൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മനുഷ്യർ നേരിടുന്ന പ്രതിസന്ധി തരണം ചെയ്യുന്ന കാര്യത്തിൽ വിശുദ്ധ ഖുർആൻ 2-3 പദങ്ങൾ ഊന്നി പറയുന്നുണ്ട്. ഒന്ന്, മനുഷ്യൻ എന്ന തലത്തിൽ നിന്ന് മൃഗം എന്ന തലത്തിലേക്ക് നീങ്ങി വരാൻ പാടില്ല. മൃഗങ്ങൾ മോശപ്പെട്ടവരല്ല, പടച്ചവൻ ജന്മനാ സഹജമായ കഴിവുകൾ നൽകിയിട്ടുള്ളവരാണ്. മൃഗങ്ങളോട് നമുക്ക് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്, അമാനത്തുണ്ട്. പക്ഷേ നാം മൃഗങ്ങൾക്ക് സമാനരായിരിക്കേണ്ടവർ. പക്ഷെ ഇവിടുത്തെ ഭൗതികവാദം ആൾക്കുരങ്ങിന്റെ അനന്തരവനായി പിറന്ന ഒരു ജന്തുവാണ് മനുഷ്യൻ എന്ന പരിണാമത്തിന്റെ പടവുകളിലൂടെ കടന്നു പോന്നിട്ട് ആൾക്കുറവ് പറഞ്ഞ് അതിനുശേഷം കുരങ്ങുകൾ അതിനെ വെച്ച് വന്നു കൂടിയ ഒരു ജന്തുവാണ്. ആ ജന്തുവായിട്ട് മനുഷ്യനെ കാണാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്താകെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപമാനവീകരണം എന്ന കാര്യം. അപമാനവീകരണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മഹത്വത്തിൽ നിന്ന് താഴോട്ട് തള്ളുന്ന, അധപ്പതിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾ. മനുഷ്യനുണ്ടാവേണ്ട മഹത്തായ അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് മൃഗീയയിലേക്കോ അതിനേക്കാൾ താഴ്ന്ന ബൽക്കും അവൽ നാൽക്കാലികളെ പോലെയോ അതിനേക്കാൾ വഴിതെറ്റിപ്പോയതോ ആയ അവസ്ഥ, ആ അവസ്ഥയിലേക്ക് മനുഷ്യർ അധപ്പതിച്ചു പോകുന്നതിനാണ് അപമാനവീകരണം. ഇംഗ്ലീഷിൽ ഡീഹ്യൂമനൈസേഷൻ എന്നാണ് പറയുന്നത്. ഈ അവസ്ഥ ഇത് മനുഷ്യനൊരു നേട്ടവും ഉണ്ടാക്കില്ല. മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള അവന്റെ ഉദാത്തമായ മഹത്തായ ഭാവങ്ങൾ അവൻ നിലനിർത്തുമ്പോൾ മാത്രമേ ഈ ലോകത്ത് അവന്റെ ധർമ്മം നിറവേറ്റാൻ കഴിയൂ. അപ്പൊ അതുകൊണ്ട് മനുഷ്യനെ മൃഗത്തെ പോലെ അകപ്പത്തിക്കുന്ന ആ തരത്തിലുള്ള ഒരുപാട് കാഴ്ചപ്പാടുകൾ ഇവരുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, വിവാഹം എന്ന ഏർപ്പാട് പിഞ്ചിരിപ്പനാണ് എന്നാണ് ഈ ലോകത്ത് കിഴക്കും പടിഞ്ഞാറുമുള്ള സെക്കുലറുകൾ എന്ന് അവകാശപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിവാഹം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ ലൈംഗിക സ്വാതന്ത്ര്യത്തെ അപകടപ്പെടുത്തുന്നതാണ്. പലതരത്തിലും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതാണ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വിവാഹത്തെ സംബന്ധിച്ചും കുടുംബത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് പരാതികൾ. ഒരു മലയാളത്തിലെ ഒരു കണ്ടുകാരൻ മുസ്ലിം സ്ത്രീകളുടെ കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ വർത്തമാനകാലത്തെ സംബന്ധിച്ച് എഴുതിയപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു പ്രധാന ആക്ഷേപം, കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരു വിവാഹാധിഷ്ഠിത സമൂഹമായി അധപ്പതിക്കുന്നു. വിവാഹാധിഷ്ഠിത സമൂഹമായി അധപ്പതിച്ചിരിക്കുന്നതിന് പെൺകുട്ടികളെ ഡിഗ്രി, PG, ഡോക്ടറേറ്റ് തലങ്ങളിലേക്കൊക്കെ ഉയരാൻ പെൺകുട്ടികൾക്കുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് 17-18 വയസ്സാകുമ്പോൾ അവരെ കെട്ടിച്ചുടുകയും അങ്ങനെ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അടുക്കളക്കുട്ടലാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യം എന്ന് ധരിക്കുന്ന ഒരു വിവാഹാധിഷ്ഠിത സമൂഹമായി മാറിയിരിക്കുന്നുവെന്ന്. അതേ അവസരത്തിൽ അമേരിക്കയുടെ പ്രത്യേകത എന്താണ്? അമേരിക്ക ഒരു ഫാദർലെസ് സൊസൈറ്റിയാണ്. ഏകദേശം 60% അമേരിക്കൻ ജനതയിൽ 60%ത്തിന് തന്റെ പിതാവ് ആരാണെന്ന് അറിയില്ല. അത് ചോദിക്കാനും പറയാനും പാടില്ല. കുട്ടികളൊക്കെ വളരെയെങ്കിലും സിംഗിൾ പാരന്റിങ് എന്ന് പറഞ്ഞ ഏർപ്പെടുത്തില്ലാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ അമ്മ മാത്രം മക്കളെ വളർത്തിയാൽ മതി, അച്ഛനാണെന്ന് പറയേണ്ട, അച്ഛനോടുള്ള ബാധ്യതകൾ അറിയേണ്ട, അങ്ങനെ ഫാദർലെസ് സൊസൈറ്റി, അച്ഛനില്ലാത്ത സൊസൈറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കാം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വ്യഭിചാരാധിഷ്ഠിത സമൂഹം. അപ്പൊ മുസ്ലിം സമൂഹം വിവാഹാധിഷ്ഠിത സമൂഹം എന്ന അവസ്ഥ മാറിയിട്ട് വ്യഭിചാരാധിഷ്ഠിത സമൂഹമായാൽ ഈ സെക്യുലറിസ്റ്റുകൾക്കൊക്കെ സന്തോഷമായി ആക്ഷേപമുണ്ടാവില്ല. മുസ്ലിം സമൂഹം അവർ പറയുന്ന ലൈംഗിക ന്യൂനപക്ഷത്തിന്റെ വഴിയിലേക്ക് നീങ്ങിയാൽ സ്വർഗഗതി, സ്വർഗ വിവാഹം
അതൊക്കെയാണ് സെക്യുലറിസത്തിന്റെ ഉദാത്തമായ ഭാവം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹം ആ വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വർഗരീതിയുടെ സ്വർഗാനുരാഗത്തിന്റെ സ്വർഗവിവാഹത്തിന്റെ വഴിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറയുന്ന ആളുകൾക്കൊന്നും ഒരാശയവും ഉണ്ടാവില്ല. അതൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യത്വ വിരുദ്ധമാണ്, മനുഷ്യാവകാശ വിരുദ്ധമാണ് എന്നൊക്കെയാണ് പല ആളുകളും പറയുന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ വീണ്ടും വീണ്ടും ഹർജികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വർഗവിവാഹത്തിനും സ്വർഗ അനുരാഗത്തിനും ഒക്കെ അനുവാദം വേണം, നിയമപരമായ അനുവാദം വേണം. അത് ധർമ്മത്തിന്റെ ഭാഗമായിട്ട് തന്നെ അംഗീകരിക്കണം, മനുഷ്യധർമ്മത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിക്കണം. അപ്പൊ ഈ രൂപത്തിലാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ എന്താണ് കുടുംബത്തിന്റെ മഹത്വം, എന്താണ് വിവാഹത്തിന്റെ ആവശ്യം, ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ആധികാരികമായിട്ട് ആധുനിക ശാസ്ത്രത്തിന്റെ, ആധുനിക സാമൂഹ്യ ശാസ്ത്രത്തിന്റെ, ആധുനിക ജീവശാസ്ത്രത്തിന്റെ ഒക്കെ വെളിച്ചത്തിൽ ഈ ലോകത്തെ മാനവരാശിയെ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ ധർമ്മം, സദാചാരം, ഇപ്പോ ആരെങ്കിലും സദാചാരത്തെ പറ്റി പറഞ്ഞാൽ അതൊരു ഗുണ്ടായുസമാണെന്നാണ് കേരളത്തിലുള്ള പൊതു നിലപാട്. സദാചാര വിരുദ്ധമായ നീക്കങ്ങൾ ഉണ്ടാവരുത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അയാളുടെ ആ നിലപാട് സദാചാര ഗുണ്ടായുസമാണ് എന്നതാണ് ഇവിടെയുള്ള സെക്യുലറിസ്റ്റുകൾ എന്ന് പറഞ്ഞ ചില ആളുകളൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ കാഴ്ചപ്പാടാണ്. ഇതൊക്കെ തന്നെയും അമാനത്തിന് വിരുദ്ധമായ, വിശ്വസതയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ്. ഞാൻ എന്റെ സംസാരം കൂടുതൽ നിർത്തുന്നില്ല. ഇസ്ലാം രണ്ട് കാര്യങ്ങൾ വളരെയേറെ ഊന്നി പറയുന്നു. ഒന്ന്, മാനവിക പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ മനുഷ്യർ തന്നെ പ്രതിജ്ഞാബദ്ധരായി മുന്നോട്ട് വരേണ്ടതുണ്ട്. ആരുടെയും ബലപ്രയോഗമോ നിർബന്ധമോ ഇല്ലാതെ തന്നെ മനുഷ്യർ തയ്യാറാവേണ്ടതുണ്ട്. സൂറത്തുൽ ബലദിലെ വലഖ്തഹമൽ അഖബ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ നിങ്ങൾ പരിശോധിക്കാവുന്നതാണ്. വലഖ്തഹമൽ അഖബ എന്ന് പറഞ്ഞാൽ ആ മരംപാത അവൻ താണ്ടിക്കടന്നില്ല, അല്ലെങ്കിൽ ആ പ്രതിസന്ധി തരണം ചെയ്യുന്നതിൽ അവൻ വിജയിച്ചില്ല എന്നാണ് വലഖ്തഹമൽ അഖബ. ആ അഖബ താണ്ടിക്കിടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന്, തഹരീർ റഖബ, മനുഷ്യന്റെ എരടിയിൽ അടിക്കേൽപ്പിച്ചിട്ടുള്ള അന്യായമായ ആലതന്ത്രത്തിന്റെ ചങ്ങലകൾ അത് അഴിച്ചു മാറ്റാൻ തയ്യാറാകണം. അടിമത്തം അവസാനിച്ചിട്ടുണ്ടെങ്കിലും ഈ ഭൂമിയിൽ എത്രയോ കോടി മനുഷ്യന്മാർ ഇന്ന് അടിമകളായി കഴിയുന്നുണ്ടെന്ന്. അടിമത്തം എന്നുള്ള പേരിലല്ല, വേറെ പല പേരുകളിൽ. അവിടെ വലിയ സംഖ്യ ഓഫർ ചെയ്തിട്ട് വിതച്ചുവിടുന്ന സംഖ്യ വാങ്ങിയിട്ട് അവിടെ ചെന്നിട്ട് ജോലിയില്ലാതെ പുറന്തള്ളിയിട്ട് ഇവന്റെ അടുത്തുള്ള മാസം തോറും വേറെ ജോലി ചെയ്താൽ പാസം വാങ്ങുന്ന ഏർപ്പാടുണ്ട്. അടിമത്തത്തെക്കാൾ നികൃഷ്ടമായ സമ്പ്രദായമാണ്. നമ്മുടെ പല നാടുകളിലും അറബ് നാടുകളിലൊക്കെ ഏർപ്പാട് നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞു മാത്രം. അപ്പൊ മനുഷ്യന്റെ മേൽ ആരതന്ത്രത്തിന്റെ ചങ്ങലകൾ ഏത് രൂപത്തിൽ അടിക്കേൽപ്പിച്ചാലും അതൊക്കെയും വസ്തുറക്കബ എന്ന വാക്കിലൂടെ അഴിച്ചു മാറ്റേണ്ടതാണ്. അത് മാറ്റുമ്പോൾ മാത്രമേ മാനവിക പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യാൻ കഴിയുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ തെസ്കിയ എന്ന കാര്യം. തെസ്കിയ എന്ന് പറഞ്ഞാൽ അറബിയിൽ രണ്ടർത്ഥമുള്ള വാക്ക്. ഒന്ന് ശുദ്ധീകരിക്കുക എന്നാണ് അർത്ഥം, മറ്റൊന്ന് വികസിപ്പിക്കുക എന്നാണ് അർത്ഥം. ഖുർആനിൽ ഈ രണ്ടർത്ഥത്തിലും ആ പദം പ്രയോഗിച്ചിട്ടുണ്ട്. സക്കാത്ത് എന്ന അറബി പദം, റിബ എന്ന പലിശയിൽ കൂടി സാമ്പത്തിക വളർച്ചയുണ്ടാകും. പക്ഷേ അത് വിശുദ്ധിയുടെ മാർഗമല്ല. സക്കാത്തിലൂടെ സാമ്പത്തികമായ വളർച്ചയുണ്ടാകും. എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും ഇരട്ടിയായി നേട്ടമുണ്ടാക്കുന്നവർ ആദ്യത്തിനും സക്കാത്തിന് തുരീതൂന വധികൾ അള്ളാഹുവിനെ മാത്രം പ്രീതി ലക്ഷ്യമാക്കിയിട്ട് സക്കാത്ത് കൊടുക്കുകയാണ്. ഈ സക്കാത്ത് എന്ന അറബി വാക്കില് വിശുദ്ധി എന്ന അർത്ഥം അടങ്ങിയിട്ടുണ്ട്, വികാസം എന്ന അർത്ഥം അടങ്ങിയിട്ടുണ്ട്. അമർത്യ സെന്നും പാകിസ്ഥാനിലെ മഹബൂബുൽ ഹഖ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനും കൂടി ആവിഷ്കരിച്ച വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്ര ശാഖയില്ലേ, ആ ശാഖ പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ കയ്യിൽ വന്ന പണം വ്യവസായിയുടെ, വലിയ കർഷകന്റെ, വലിയ വ്യാപാരിയുടെ, സർക്കാരിന്റെ കയ്യിൽ വരുന്ന പണം സമൂഹത്തിലെ പാവപ്പെട്ടവരിലേക്ക് ഒഴുക്കിവിടുമ്പോൾ മാത്രമേ സമൂഹത്തിന് ആകെ തന്നെയും വികാസം ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ക്ഷേമധനതത്വ ശാസ്ത്രം, വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖ ഇവിടെ പഠിപ്പിക്കുന്നത്.
അത് തെളിച്ചിയായതിന്റെയും തെറ്റാത്തതിന്റെയും അർത്ഥപരിധിയിൽ വരുന്ന കാര്യമാണ്. അപ്പൊ ഒരേ സമയത്ത് മനുഷ്യരെ ശുദ്ധീകരിക്കുകയും അവരെ വികാസോന്മുഖരാക്കി തീർക്കുകയും ചെയ്യുന്ന പ്രക്രിയയുടെ പേരാണ് തെസ്കിയ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തെസ്കിയാണ്. റസൂൽ അവർക്ക് തെസ്കിയ എന്ന മഹത്തായ അവസ്ഥ നൽകാൻ വേണ്ടിയും കൂടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്. അപ്പോ തഹരീർ, അതിനെ ലിബറേഷൻ എന്ന് പറയും, വിമോചനം. തഹരീറിന അടിമകളെ മോചിപ്പിക്കുക, പീഡിതരെ മോചിപ്പിക്കുക, കഷ്ടപ്പെടുന്നവരെ മോചിപ്പിക്കുക, സാമ്പത്തികമായി ആളുകൾക്ക് സൗകര്യം കൊടുക്കുക, അതൊക്കെ തഹരീറ. പിന്നെ തികഞ്ഞ സംതൃപ്തമായ ജീവിത നിലപാടുകളിലൂടെ വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും വികാസമുണ്ടാക്കുന്നതിന് എതിർക്കുക എന്നാണ് പറയുക. ഈ രണ്ട് മാർഗത്തിലൂടെയാണ് പ്രതിസന്ധി തരണം ചെയ്യുക എന്ന കാര്യം നടക്കേണ്ടത് എന്നാണ് പ്രധാനപ്പെടുത്തി. ഞാനൊരു സംസാരം അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ നിങ്ങളൊക്കെ ഞാനിത് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ ആണ് നാം ജീവിക്കുന്നത്. അടുത്ത മാതൃകവും മെച്ചപ്പെടുത്തിൽ കുറെ ലേഖനങ്ങൾ വന്നു. ഇസ്ലാമിനെ പേടിയും ഇസ്ലാമിനെ പേടിയും എന്നൊക്കെ പറഞ്ഞു. അതിലൊക്കെ ഇസ്ലാമാണ് ഈ ദുനിയാവിലുള്ള മുഴുവൻ കുഴപ്പങ്ങൾക്കും കാരണം എന്ന് സമർപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ സാക്ഷാൽ ഇസ്ലാം എന്താണ്, തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഇസ്ലാം എന്താണ്, തെറ്റായി പ്രതിദാനം ചെയ്യപ്പെടുന്ന ഇസ്ലാം എന്താണ്, മനുഷ്യത്വ വിരുദ്ധമായ അക്രമങ്ങൾക്ക് സമാനമാക്കപ്പെടുന്ന അന്യായമായി സമാനമാക്കപ്പെടുന്ന ഇസ്ലാം എന്താണ് എന്നുള്ളതൊക്കെ ഈ ലോകത്തോട് തന്നെ പറയാൻ, അത് ശക്തമായും വ്യക്തമായും ആധുനിക ലോകത്ത് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധകന്മാർക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ സംസാരം അവസാനിക്കുകയാണ്. നമുക്കെല്ലാം മാനവരാശിക്ക് മുമ്പിലുള്ള അതുല്യമായ ഗ്രന്ഥം, മറ്റെല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും വ്യക്തമായ ഗ്രന്ഥം, മനുഷ്യരെ എല്ലാ നന്മയിലേക്കും നയിക്കാൻ പ്രാപ്തമായ ഗ്രന്ഥം, മനുഷ്യരെ എല്ലാ ചിന്മയിൽ നിന്നും ചിന്തിപ്പിക്കാൻ പ്രാപ്തമായ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെ വിരോചിതം മനസ്സിലാക്കി കൊടുക്കാനുള്ള നമ്മുടെ കഴിവ്, നമ്മുടെ അറിവ്, അത് നാം കഴിവിന്റെ പരമാവധി ആത്മാർത്ഥമായി വിനിയോഗിക്കണമെന്ന് സർവ്വബുദ്ധിയ അഭ്യർത്ഥിച്ചുള്ള എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.